ഹലോ പ്രിയരെ, ഞാൻ അനീഫ കട്ടുപ്പാറ. നമ്മുടെ ചിന്ത ഡ്യൂട്ടി ഫ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഞാനിന്ന് വാർത്ത അങ്ങനെ കാണുന്നതിനിടയിൽ ഒരു വീഡിയോ കാണാനിടയായി. ഒരു വാർത്ത അത് നിങ്ങളുമായി ഷെയർ ചെയ്യാം. നിങ്ങളെ അഭിപ്രായം കമന്റ് ചെയ്യാം. എവിടെ എത്തി നമ്മുടെ നിയമം, എവിടെ എത്തി നമ്മുടെ എന്ത് പോലീസ്, എന്ത് ജുഡീഷ്യറി, എന്ത് കോടതി. നിയമം ഒരു പുല്ലുവില എന്ന പോലെ ഒരു പ്രശ്നം കണ്ടാൽ എവിടെ ഇടപെടാനും ആളുകൾക്ക് എന്തുകൊണ്ട് മടിച്ചു നിൽക്കുന്നു. ഞാൻ ആ വിഷയം ഒന്ന് പറയാം. ആളുകൾ പ്രശ്നം നടക്കുകയാണ്, കശപ്പിഴയാണ്, നല്ല തർക്കത്തിലുള്ള അടി നടക്കുകയാണ്. വെള്ളടിച്ചു കണ്ടായിരിക്കും. പക്ഷേ അതിനിടയിൽ ഒരു സോമൻ എന്നൊരാൾ അതിൽ മധ്യസ്ഥനൊക്കെ ഇടപെടാൻ പോകുന്നു തർക്കം തീർക്കാൻ. ആ തർക്കം തീർക്കാൻ പോകുന്ന ആളുമായിട്ട് ഈ പ്രശ്നം നടക്കുന്ന ഒരാള് നേരെ വാക്കേറ്റം കൂടി രോഷാകുലനായി. അവർ തമ്മിലായി പ്രശ്നം. മധ്യസ്ഥ ഇടപെട്ടാൽ അവർ തമ്മിൽ പ്രശ്നമായി. അങ്ങനെ ഈ വ്യക്തിക്ക് നിൽക്കകളില്ലാതെ അവൻ പരാജയപ്പെട്ടപ്പോൾ അവന് പുറത്തിറങ്ങിയിട്ട് അവനെ തന്നെ ഒരു അനിയനെ ജ്യേഷ്ഠനെ വിളിച്ചുകൊണ്ട് ഒരു പകവിട്ട്, ഒരു മുൻ പരിചയമോ മുൻ വൈരാഗ്യമോ ഒന്നുമില്ലാത്ത ഒരു സോമൻ എന്നൊരാള് സ്വന്തം സഹോദരനെ വിളിച്ചു വരുത്തിക്കൊണ്ട് പക്ക ഹൈവേയിലെ നടുയിലിട്ടുകൊണ്ട് മാരകായുധങ്ങളൊന്നുമല്ല, അടിച്ച് ചവിട്ടി, നൃത്തം ചവിട്ടി, നെഞ്ചു ചവിട്ടിക്കൊണ്ട് കൊന്നൊരു കേരളം. അതാണ് ഇന്നത്തെ ഒരു വാർത്ത. ഞാൻ കണ്ടപ്പോൾ ഷെയർ ചെയ്യാം. അതും എങ്ങനെ ഒരു പുല്ലുവില, ഒരു പക്ക പുല്ലുവില കൽപ്പിക്കാതെ ആ മൃഗീയമായിട്ട് ചവിട്ടി, ആനന്ദ നൃത്തം ചവിട്ടി, നെഞ്ചു ചവിട്ടി കൊന്നിട്ട് അത് വീഡിയോ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് വളരെ ലാഘവത്തോടെ പോകുന്ന ഒരു കേരള മലയാളി. അത് കണ്ടപ്പോൾ ഞാൻ നെടുങ്ങിപ്പോയില്ലാണ്. കാരണം ഒന്നിനൊരു പേടിയാണ്. നമുക്കെന്താ, ഒരു നിയമം വരും, നമ്മളെ കയ്യാമൊക്കെ അറസ്റ്റ് ചെയ്യും. ഇതിലിങ്ങനെ ഒരു കൊലക്കുറ്റം വരും. എന്ത് നിയമം? ആരെങ്കിലും കാണും, അല്ലെങ്കിൽ അവിടെ ഓടി മറയാം. ഇത് അവർ കൊന്നിട്ട് അവർ നേരെ കൂളായിട്ട് നടക്കുക, നേരെ വീട്ടിൽ പോവാ. സ്പോട്ടിൽ തന്നെ പോലീസ് ഒരാളെ പിടിച്ച് മറ്റവന് പോയി വീട്ടിൽ പോയപ്പോൾ മറ്റാൾ വീട്ടിലുണ്ട്. രണ്ട് സഹോദരങ്ങൾ കൂടിയിട്ട് ഒരു മധ്യസ്ഥക്ക് വന്ന സോമൻ എന്നയാളെ പച്ചക്ക് തല്ലിക്കൊന്നു. കയ്യിൽ മാരകായുധങ്ങളൊന്നുമില്ല, അങ്ങനെ ഒരു പ്ലാനിങ് കൂടെ വന്ന മുൻവൈരാഗ്യം ഒന്നുമില്ല. കയ്യിൽ കിട്ടിയ ഒരു മരപ്പലകത്ത് ഇട്ടിട്ട് അടിച്ചിട്ട് കൊന്നിട്ട് ചവിട്ടിയിട്ട് ജീവൻ പോയിട്ട് ഒരു ആശുപത്രിയിൽ പോകാനും. അതിലൊരു ദയനീയമായ രംഗം ഞാൻ ശ്രദ്ധിച്ചത്, ഈ കൂടി നിൽക്കുന്ന വീഡിയോ എടുക്കുന്നവർ പോലും ഒരു തടയാൻ. എവിടെ എത്തി മലയാളി മനസ്സ്? ഞാൻ കണ്ടപ്പോൾ ഒരു നെടുക്കത്തോടെ നിങ്ങളുമായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ആ വീഡിയോ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണാൻ. ബൈ. അനീഫ കട്ടുപ്പാറ. ഗുഡ് ബൈ.